നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. അള്ളാഹു പറയുന്നു, നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളെപ്പോൾ ചിന്തിച്ചു പോകും, അപ്പൊ ബാക്കിയുള്ള അമലുകൾ ആർക്ക് വേണ്ടിയുള്ളതാണ്? നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത് എന്ന് അല്ലാഹു പറയുമ്പോൾ ഈ നമസ്കാരമോ, ഈ സക്കാത്തോ, ഈ ഹജ്ജോ, ഈ സദഖയോ, ഈ ഖുർആൻ പാരായണങ്ങളോ, ഈ നസീഹത്തോ, ഈ ഒരുമിച്ച് കൂടലോ, ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുന്ന മനുഷ്യൻ കൈകെട്ടുന്നതിന് മുമ്പ് ഉസല്ലി ലില്ലാഹി തആല, അവൻ അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞയെടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്ന നിയ്യത്ത് എന്താണ്? ഉസല്ലി ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. പിന്നെന്തിനാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത്? അസ്സൗമു ലീ വഅനാ അജ്സി ബിഹി, നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകപ്പെടുന്നത്, അതിന് കൂലി കൊടുക്കുന്നത് ഞാനാണ്. നോമ്പ് എന്റെയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭൂമി മുഴുവനും അല്ലാഹുവിൻ്റെതാണ്, മസാജിദുകൾ മുഴുവനും അല്ലാഹുവിൻ്റെതാണ്, പള്ളികളെല്ലാം അല്ലാഹുവിൻ്റെതാണ്. ബൈത്ത് എന്ന് പറയുമ്പോൾ വീട് എന്നായി പോകും, പക്ഷേ ബൈത്തുള്ള എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ വീടെന്നാകും. നമ്മുടെ ഈ പ്ലാമോട്ടിലെ പള്ളിയുടെ പേരും മസ്ജിദ് എന്നാണ്. ഇവിടെ മസ്ജിദുള്ള എന്ന് ചേർക്കാറില്ല. കൊട്ടാരക്കര പള്ളിയിലും മസ്ജിദ് എന്ന് പറയുമെങ്കിൽ അവിടെയും മസ്ജിദുള്ള എന്ന് ചേർക്കാറില്ല. അള്ളാഹുവിന്റെ മസ്ജിദ് എന്നോ അള്ളാഹുവിന്റെ പള്ളി എന്നോ അല്ല നമ്മൾ പറയുന്നത്, മസ്ജിദ് പള്ളി. പക്ഷെ പരിശുദ്ധമായ കഅബ ശരീഫിനെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? കഅബത്തുല്ലാ, ബൈത്തുല്ലാ, അള്ളാഹുവിന്റെ വീട്, അള്ളാഹുവിന്റെ ഭവനം, അള്ളാഹുവിന്റെ വീട്, അള്ളാഹുവിന്റെ ഭവനം എന്ന് ബൈത്തുല്ലാ, കഅബത്തുല്ലാ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പോലും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെ പോലും ആ ബൈത്തുല്ലായെ ബൈത്തുല്ലാ എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ തശ്രീഫിയായ ഇലാഫത്താണിത്. ശ്രേഷ്ഠത അള്ളാഹു കൊടുത്തിരിക്കുന്നു ഇവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഅബയെ അല്ലാഫഹു ഇലാ നഫ്സിഹി, അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു ബൈത്തുല്ലാ എന്ന്. അപ്പൊ ബാക്കിയുള്ള വീടൊന്നും അള്ളാന്റേതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് പള്ളി അള്ളാന്റേതല്ലേ? ഈ ലോകത്തുള്ള സകലമാന മസാജിദുകളും ഇതൊന്നും അള്ളാഹുവിന്റേതല്ലേ? പള്ളികളൊന്നും അള്ളാഹുവിന്റേതല്ലേ? അള്ളാഹുവിന്റേത് തന്നെ. പക്ഷെ കഅബത്തുല്ലാഹിക്ക് ഒരു പ്രത്യേകമായ പോരിശയുണ്ട്. പ്ലാമോട്ടിലെ പള്ളിയിൽ ഒരു വഖത്ത് ഇമാമും ജമാഅത്തുമായി നാം നമസ്കരിച്ചാൽ 27 ദറജ മാത്രമാണ് കൂലിയെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് നീ ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ 27 ലക്ഷം പ്രതിഫലമാണ്. കൂലിയുണ്ടോ ഇല്ലയോ? ഇവിടെ നമ്മൾ നമസ്കരിക്കുമ്പോ 27 ദറജ, വെറും കേവലം 27 ദറജ. പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയി നമസ്കരിച്ചാൽ 27 ലക്ഷം ദറജ. നമ്മുടെ ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ പോയിരുന്നു കൊണ്ട് ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1 ദറജയാണ് അവന് കൂലി നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയി 1 റക്അത്ത് നമസ്കരിച്ചാൽ 1 ലക്ഷം കൂലിയാണ് അവന് നൽകപ്പെടുന്നത്. പരിശുദ്ധമായ ഇവിടുത്തെ പള്ളികളിൽ ഒരു പ്രാവശ്യം ഒരാൾ പോയി ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കിയാൽ ഒരു ഖുർആൻ പൂർത്തീകരിച്ച ഖത്മ പൂർത്തീകരിച്ചതിന്റെ കൂലി മാത്രമാണെങ്കിൽ പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയി ഒരാൾ ഒരു പ്രാവശ്യം ഖുർആൻ ഖത്മ ചെയ്താൽ 1 ലക്ഷം ഖുർആൻ പൂർത്തീകരിച്ചതിന്റെ സവാബാണ്. ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ നമസ്കാരം കഴിഞ്ഞൊരു സാധുവിനെ കണ്ട് 1 രൂപ കൊടുത്ത് സഹായിച്ചാൽ 1 രൂപയുടെ ദറജയാണ്, കൂലിയാണ് അവന് നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്തിരിക്കുന്നവർക്ക് 1 റിയാൽ നൽകി നീ സഹായിച്ചാൽ 1 ലക്ഷം റിയാലിന്റെ കൂലിയാണ് അല്ലാഹു അവിടെ നിനക്ക് വേണ്ടി എഴുതുന്നത്. ഒരു സുബ്ഹാനല്ലാഹ് നിന്റെ നാട്ടിലെ പള്ളിയിൽ നീ ചൊല്ലിയാൽ, നിന്റെ നാട്ടിൽ വെച്ച് നീ ചൊല്ലിയാൽ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന്റെ കൂലിയാണ് എഴുതപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പോയിട്ട് നീ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1 ലക്ഷം സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന്റെ സവാബ് അല്ലാഹു എഴുതും. അപ്പൊ അല്ലാഹ്ക്ക് കൂടുതൽ ഇഷ്ടം ആ കഅബയോടാണ്.
ബൈത്തുള്ള. അതുകൊണ്ട് അല്ലാഹു തആല ആ കഅബയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട്, ആ കഅബയെ കൂടുതൽ പോരിശ നൽകിക്കൊണ്ട്, കൂടുതൽ തശ്രീഫ് നൽകിക്കൊണ്ട് അല്ലാഹുവിലേക്ക് തശ്രീഫ് ഇലാഫത്തു തശ്രീഫി, തശ്രീഫിന്റെ ഇലാഫ അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. അതാണ് അല്ലാഹു പറഞ്ഞത് അസ്സൗമു ലീ വ അനാ ജിസീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. അതല്ലാതെ ബാക്കിയുള്ള അമലും അള്ളാന്റേതല്ല എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ആരും ധരിച്ചു പോകരുത്. എല്ലാ അമലും അള്ളാഹുവിനുള്ളതാണ്. പരിശുദ്ധ റമളാനിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇറക്കിയ ഒരായത്ത്. ആ ആയത്താണ് നമുക്കിന്ന് ഇവിടെ ചർച്ചാ വിഷയം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ കുറിച്ച് പറഞ്ഞ ഒരായത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നോമ്പ് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ ഏ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അവിടെയാണ് ചോദ്യത്തിന് മറുപടി നൽകേണ്ടത്. എന്തിന്? എന്തിനാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്? ഈത്തപ്പഴം തിന്നാനോ, കഞ്ഞി കുടിക്കാനോ, പയറ് തിന്നാനോ, പള്ളിയിൽ വന്ന് അടിയും വഴക്കം ഉണ്ടാക്കാനോ, ബഹളം ഉണ്ടാക്കാനോ? എന്തിനാണ് നോമ്പ്? റമളാനിന്റെ നോമ്പ് എന്തിന്? മറുപടി നിങ്ങൾ പറയും. അല്ലാഹു ചോദിക്കുന്നു ഇവിടെ, ഏ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അതിന് അല്ലാഹു തന്നെ മറുപടി നൽകുന്നു. ഇവിടെ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് അല്ലാഹുവിടെ വാഗ്ദാനം ചെയ്തിട്ടില്ല ഈ ആയത്തിലൂടെ. എങ്കിലും നിങ്ങൾ പറയണം. ആലിമ്യങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മോചനം നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ കൂലി കൂട്ടിത്തരാം, നിങ്ങൾക്ക് ഞാൻ പദവി കൂട്ടിത്തരാം, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നോമ്പ് വെച്ചതിന്റെ സവാബ് തരാം, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞില്ല. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ആ ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, സഹോദരിമാരെ, റമളാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ, റമളാനിന്റെ നോമ്പിനെ ആഗ്രഹിച്ചിരിക്കുന്നവരെ, ആ റമളാനിന്റെ നോമ്പ് വരവേൽക്കുന്നതിന് വേണ്ടി വീടും പരിസരവും ഒക്കെ വൃത്തിയായി ശ്രദ്ധിച്ച് ആ ഭാഗങ്ങളൊക്കെ ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, എന്തിനാണ് നോമ്പ്, എന്തിനാണ് നോമ്പ് എന്നതിനെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കും. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു തന്നെ പറയുന്നു മറുപടി. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിനു വേണ്ടി. എന്തിനാണ് നോമ്പ്? നിങ്ങൾ തഖ്വ ഉള്ളവരാകുന്നതിന് വേണ്ടി, ഭയഭക്തിയുള്ളവരാകുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ പേടിക്കുന്നവരാകുന്നതിന് വേണ്ടി, പടച്ചവനെ ഭയക്കുന്നവരാകുന്നതിന് വേണ്ടി, മതബോധമുള്ളവരാകുന്നതിന് വേണ്ടി, മതനിഷ്ഠയുള്ളവരാകുന്നതിന് വേണ്ടി, യഥാർത്ഥ മുസ്ലിം ആകുന്നതിന് വേണ്ടി, പരിപൂർണമായ നിലയിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നതിന് വേണ്ടി, സകലമായ വസ്തുക്കളുടെ മുന്നിൽ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പരിപൂർണമായ വിശ്വാസം നിന്റെ ഹൃദയത്തിലേക്ക് തളച്ചു കയറുന്നതിന് വേണ്ടി നാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കി. ലഅല്ലകും തത്തഖൂൻ, അല്ലാഹു തന്നെ മറുപടി പറയുന്നു. ഈ ആയത്തിൽ എവിടെയാണ് നിങ്ങൾ നോമ്പ് പിടി, നിങ്ങൾക്ക് ഞാൻ
സ്വർഗം നൽകാം, നോമ്പ് പിടി നിങ്ങൾക്ക് ഞാൻ നരകമോചനം നൽകാം. എവിടെയാണ് അള്ളാഹു പറഞ്ഞത്? ഇല്ല. അള്ളാഹു പറഞ്ഞ ഒരേ ഒരു ക്വാളിറ്റി, ഒരേ ഒരു ഡിഗ്രി എന്താണ്? നിങ്ങൾ തഖ്വ ഉള്ളവരാകാം, നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറും. അള്ളാന്റെ അടുക്കൽ നിങ്ങൾ മുത്തഖീങ്ങളായി മാറിയാൽ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ ഒരേ ഒരു പരിഹാരം, അത് റമളാനിന്റെ നോമ്പാണ്. വേറെ ഒന്നുമില്ല പരിഹാരം. ഇവിടെ ഖുർആൻ ഓത് അല്ലെങ്കിൽ ഖുർആൻ ഓത് അല്ലെങ്കിൽ നിങ്ങൾ നമസ്കരിക്ക്, നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാം എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞില്ല. നിങ്ങൾ നമസ്കരിക്കും. അള്ളാഹു നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾ നമസ്കാരം നിലനിർത്തി, സക്കാത്ത് കൊടുക്കും. നമസ്കാരം നിലനിർത്തി സക്കാത്ത് കൊടുക്കുക എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചവും നികൃഷ്ടവുമായ സകലമാന പ്രവർത്തനങ്ങളിൽ നിന്നും നമസ്കാരം തടുത്തു നിർത്തും. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, അവനിൽ നീചമായ നികൃഷ്ടമായ സ്വഭാവം വിട്ടുമാറുന്നില്ല എങ്കിൽ, സഹോദര സഹോദരി, നീ ഓർത്തോ, നിന്റെ നമസ്കാരം കബൂലിയത്തിലെത്തിയിട്ടില്ല. ഒരാള് നിസ്കരിക്കുന്നു, മണിച്ചം വാട്ടർ അടിക്കുന്നു, ഒരാള് നിസ്കരിക്കുന്നു, പലിശ വാങ്ങുന്നു, ഒരാള് നിസ്കരിക്കുന്നു, കള്ളം പറയുന്നു, ഒരാള് നമസ്കരിക്കുന്നു, തെള്ളുന്നു. ഇന്ന് ജുമാടെ ദിവസം, പരിശുദ്ധമായ ജുമാടെ ദിവസം കളഞ്ഞിട്ട് മമ്മൂട്ടിയുടെ വലിയ പടം കാണുന്നതിന് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾ ജുമാടെ നമസ്കാരം പോലും മാറ്റിവെച്ചിട്ട് ചൂടോടുകൂടി റിലീസ് പടം കാണാൻ നമ്മുടെ യുവാക്കൾ തിരക്ക് കൂട്ടുന്നു കൊല്ലം ടൗണിൽ. അപ്പൊ അവന്റെ ലക്ഷ്യം എന്താ? അവൻ എന്തിനു നിസ്കരിക്കണം? അവനും മമ്മൂട്ടിയും അവനും മോഹൻലാലും തമ്മിൽ എന്താ വ്യത്യാസം? മോഹൻലാലിന്റെ സുന്നത്ത് കഴിച്ചിട്ടില്ല, ഇവന്റെ സുന്നത്ത് കല്യാണം നടന്നു, അത്രേ ഉള്ളു വ്യത്യാസം. വേറെ വ്യത്യാസമൊന്നുമില്ല. വേറെ എന്താ വ്യത്യാസം? ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല, ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല. ശരിയാണ്, നമ്മുടെ കുഞ്ഞുമക്കൾ മദ്രസയിലേക്ക് കാലെടുത്ത് വെച്ച കാലഘട്ടത്തിൽ കുഞ്ഞുമക്കൾ ബാലപാഠം പഠിക്കാൻ, അലിഫ് ബാ താ പഠിക്കാൻ മദ്രസയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവൻ പഠിച്ച വാക്കാണ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ആരാധ്യൻ അല്ലാഹുവാണെന്ന് പഠിച്ച പാരമ്പര്യത്തിന്റെ ഉടമകളായ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അവരിലൂടെ അല്ലാഹു തആല അവരുടെ ശാരീരിക ബന്ധത്തിലൂടെ അവർക്ക് നൽകിയ കുഞ്ഞുമക്കൾ ഇന്ന് സിനിമ നടീനടന്മാരാണ്. ആരാധ്യൻ എന്ന മട്ടിൽ വലിയ ഒരു ഫ്ലെക്സ് അടിച്ച് ഓരോ വീട്ടിലും പള്ളികളുടെ മുന്നിലും ജംഗ്ഷനിലും ഇന്ന് വലിയ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾ കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. ആരാധ്യൻ ആരാണ്? മമ്മൂട്ടി. ആരാധ്യൻ ആരാണ്? മോഹൻലാൽ. അപ്പൊ ആരാധ്യനെയാണ് ആരാധിക്കേണ്ടത്. മമ്മൂട്ടി ആരാധിക്കുന്നവർ ജുമാ നമസ്കാരം ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ആരാധിക്കാൻ പോയി, കുഴപ്പമില്ല. അള്ളാഹുവിനെ ആരാധിക്കേണ്ടവർ, അവനാണ് ആരാധന എന്ന് വിശ്വസിച്ചവർ, ജുമാ നമസ്കാരമാണ് ഞങ്ങൾക്ക് വലുത്. വഈദുൽ മുഅ്മിനീൻ, ജുമാ നമസ്കാരം വിശ്വാസികളുടെ പരിശുദ്ധമായ ദിവസമാണ്, പെരുന്നാളിന്റെ ദിവസമാണ്, സ്വർഗത്തെ സൃഷ്ടിച്ച ദിവസമാണ്. ആ പുണ്യമായ ദിവസത്തിൽ കൂടുതൽ കൂടുതൽ നന്മകളും റഹ്മത്തുകളും ചൊരിഞ്ഞു തരുന്ന മാസമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ദിവസത്തിൽ ആ പരിശുദ്ധമായ പകലിൽ ഞങ്ങൾക്ക് സിനിമയേക്കാൾ വിനോദങ്ങളെക്കാൾ വലുത് ഇബാദത്താണ് എന്ന് കരുതിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ സ്ഥലം അവിടെ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് നിങ്ങൾക്ക് നമസ്കാരം, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. തഖ്വ ഉള്ളവരുടെ ജോലിയാണ് നമസ്കാരം, മനസ്സിലാക്കണം. തഖ്വ ഉള്ളവന്റെ ജോലിയാണ് നമസ്കാരം. തഖ്വ ഇല്ലാത്തവൻ നമസ്കരിക്കൂല. തഖ്വ ഉള്ളവൻ ജുമാ നമസ്കാരം കളഞ്ഞിട്ട് സിനിമ കാണാൻ പോകുമോ സുഹൃത്തുക്കളെ? തഖ്വ ഉള്ള പെണ്ണോ ആണോ മഗ്രിബിന്റെ സമയമാകുമ്പോൾ, മഗ്രിബിന്റെ പരിശുദ്ധമായ സമയം, പുണ്യമേറിയ സമയം, വളരെ കുറഞ്ഞ സമയം, ആ സമയം കളഞ്ഞിട്ട് സിനിമ, TV, സീരിയൽ ഓണാക്കി വെച്ച് കണ്ടുകൊണ്ടിരിക്കുമോ? ആലോചിക്കും, നിങ്ങൾ ആലോചിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമസ്കരിക്കുന്നു, പക്ഷെ നീചവും നികൃഷ്ടവുമായ കാര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല. മനസ്സിലാക്കിക്കോ മോനെ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല, മോളെ നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. വെറുതെ നീ നിസ്കരിക്കുന്നു എന്നർത്ഥം. നമസ്കരിച്ചാൽ നീചവും നികൃഷ്ടവുമായ സകലമാന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകണം.
അതുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് മുത്തഖീങ്ങളുടെ അടയാളമാണ്. നമസ്കാരക്കാർ തഖ്വ ഉള്ളവൻ നമസ്കരിക്കുന്നു, അവൻ അല്ലാഹുവിനെ ഭയപ്പെട്ട് നമസ്കരിക്കുന്നു. കൈകെട്ടുമ്പോൾ തന്നെ അവന് പേടിയുണ്ടാകും. നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്താ പേടി? 4 മണി വിട്ടിട്ട് അസ്ർ നിസ്കരിക്കാൻ വന്ന ചിന്ത എന്തായിരിക്കും? ആ പെണ്ണിന്റെ ചുരിദാറിന്റെ മുഴുവൻ നിറവും ആ കളറും അളവും ഒക്കെ നമ്മുടെ മനസ്സിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തെളിഞ്ഞു വരുന്നത്. സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാൻ പറ്റിയ 10 മിനിറ്റ് സമയം നമസ്കാരം. ജുമാ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ അണ്ണന്മാര് കാക്കാമാര് എല്ലാവരും വരും പള്ളിയിൽ. ജുമാ നിസ്കാരം നല്ല സമയം, നല്ല ഫാൻ, വിശാലമായ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇരുന്ന് ഉസ്താദ് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വലിയ ഖുതുബായും പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും. ഇവരിങ്ങനെ ഉസ്താദ് പറയുന്നത് എല്ലാം ശരിയാണ്, എല്ലാം കറക്റ്റാണ്. എന്ത് കാര്യ ഉസ്താദ് പറയുന്നത്? ശരിയാ ഉസ്താദ്, ശരിയാ ഉസ്താദ് എല്ലാം പറഞ്ഞു. അവസാനം എഴുന്നേക്കുന്നപ്പോ ചാടി പിടിച്ചോ എഴുന്നല്ലോ. അപ്പോഴാണ് സ്വസ്ഥമായി 20 മിനിറ്റ് ഉറങ്ങാൻ കിട്ടിയ സമയം. ജുമായിക്ക് സ്വസ്ഥമായി 20 മിനിറ്റ് ഉറങ്ങാൻ. കാരണം കടയിരുന്ന് ഉറങ്ങാൻ പറ്റില്ല, കസ്റ്റമർ വരുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു, ചൂട് കാലില്ല, ബുദ്ധിമുട്ടാണ്. ആരുടെ ശല്യമില്ല. പള്ളിയിലാകുമ്പോൾ ആരും സംസാരിക്കാൻ വരുമല്ലോ. സ്വസ്ഥമായി മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ട് പള്ളിയിലിരുന്ന് 1/2 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയ നല്ല സമയം. നോക്കിക്കോളൂ നിങ്ങൾ. ജുമായ്ക്ക് അടുത്ത ജുമായ്ക്ക് വരുമ്പോൾ നോക്കിക്കോളൂ എത്ര പേരാ ദിക്റിൽ മുനാജാത്തിൽ നേരെ അള്ളാഹുമായിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. ഉസ്താദ് ഇവിടെ നീട്ടിപ്പിടിച്ച് വലിയ പ്രഭാഷണം. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമസ്കാരക്കാരന്റെ ചിന്ത അങ്ങനെയാണോ? علي رضي الله تعالى عنه إذا أراد القيام في الصلاة നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ മതി. യതസൽസലു വയതലവ്വനു വജ്ഹുഹു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ നിറം മാറിപ്പോകും, മുഖം വിവർണമായി പോകും. വഖീല ലഹു, ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാലക യാ അമീറൽ മുഅ്മിനീൻ, യേ അമീറുൽ മുഅ്മിനീനെ, അങ്ങേക്ക് എന്ത് സംഭവിച്ചു പോയി? അങ്ങ് ധീരനാണല്ലോ, എത്രയോ പേരെ കീഴ്പ്പെടുത്തുന്ന വ്യക്തിയാണല്ലോ, അങ്ങ് ശക്തിയുള്ളവനാണല്ലോ, അങ്ങ് ധൈര്യവും ചങ്കൂറ്റവും ഉള്ളവനാണല്ലോ. എന്തേ മഹാനവറുകളെ, അമീറുൽ മുഅ്മിനീനെ, അങ്ങ് നമസ്കരിക്കാൻ കൈകെട്ടിയപ്പോൾ അങ്ങയുടെ നിറം മാറിപ്പോയത് എന്തേ? അതിന്റെ കാരണം? ഉടനെ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ജാഅ വഖ്തു അമാന, അമാനത്തിന്റെ സമയമെത്തി. നമസ്കാരം എന്നുള്ളത് ഒരു അമാനത്താണ്. അത് അല്ലാഹു വിശ്വസിച്ച് നമ്മുടെ മേൽ ഏൽപ്പിച്ച ഒരു സമ്പത്താണ്. അതിൽ ഒരു ന്യൂനത പോലും വരാതെ മടക്കി നൽകണം. ഒരാൾ 1000 രൂപ നൽകിയാൽ 950 രൂപ മടക്കി കൊടുത്താൽ അദ്ദേഹം സഹിക്കുകയില്ല, ക്ഷമിക്കുകയില്ല. നമസ്കാരത്തെ അല്ലാഹു നമ്മുടെ മേൽ ഏൽപ്പിച്ച ഒരു വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരു മുതലാണെങ്കിൽ അതിന്റെ പരിപൂർണമായ നിലയിൽ അത് മടക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാം. പക്ഷെ എങ്ങനെയാണ് അത് മടക്കി കൊടുക്കുക എന്നെനിക്കറിയില്ല. അതുകൊണ്ട് നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ എന്റെ നിറം മാറിപ്പോകുന്നു സഹാബത്തെ. നമ്മുടെ അങ്ങനെയാണോ? എന്നാലോചിച്ചു നോക്കി സുഹൃത്തുക്കളെ. അതേപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹ്, ആരാ ഉമറുൽ ഫാറൂഖ്? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇദാ അറാദ ബിൽ ഖിയാം, നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, തർതഇദു ഫറായിസുഹു വതസ്തഖു അസ്നാനുഹു, അദ്ദേഹത്തിന്റെ ഞരമ്പ് പിടയ്ക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ്. ആരാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു? പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പരസ്യമായി തവാഫ് ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖുറൈശി കോട്ടകൊത്തളങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളെയും സഹാബാക്കളെയും വകവരുത്തുന്നതിന് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ പോയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് അനുവാദം നൽകണം നബിയേ, പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യാൻ അനുവാദം നൽകണം നബിയേ എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ, അല്ലയോ ഉമറേ, നീ ധൃതി കാണിക്കരുത് ഉമറേ, ധൃതി കാണിക്കരുത് ഉമറേ, നമ്മൾ നമ്മൾ വളരെ കുറഞ്ഞവരാണ്, നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ, അതുകൊണ്ട് ധൃതി കാണിക്കരുത്. നമ്മുടെ ദീൻ കുറച്ചുകൂടി വ്യാപിക്കട്ടെ, പരസ്യമാകട്ടെ, ആൾബലം അംഗബലം കൂടട്ടെ
തരട്ടെ, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പോയി കഅബ തവാഫ് ചെയ്യാം. ഇപ്പോൾ കുഫാറുകൾ നിറഞ്ഞിരിക്കുകയാണ്, അവരുടെ കൈകളിലാണ് പരിശുദ്ധമായ കഅബ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ ഒരുപക്ഷെ നമ്മളെ അവർ പീഡിപ്പിച്ചാലോ, അതുകൊണ്ട് ഉമറെ അങ്ങ് ക്ഷമിക്കണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ യാ റസൂലല്ലാഹ്, ഈ ഉമർ മാത്രം പോയി തവാഫ് ചെയ്തിട്ട് വരാം, എന്നെ ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ മാത്രം നിങ്ങൾ ഇവിടെ നിങ്ങൾ അനുവാദം തന്നാൽ മതി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഒറ്റയ്ക്ക് പോയിട്ട് തവാഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. തവാഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വന്നു അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത് ഓരോരുത്തരിഞ്ഞ് വന്നപ്പോൾ അടിക്കാൻ തുടങ്ങി. ഉമറുൽ ഫാറൂഖിനെ അടിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് പിടിച്ച് ഓരോന്നിനെ രണ്ട് കുൻഫുടെ രണ്ട് അടി പിടിച്ച് ഓരോരോ അടി. അപ്പോഴത്തേക്ക് ബാക്കി ഓരോരുത്തർ ഓടാൻ തുടങ്ങി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുസ്ലിമായിരിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ ഖുറൈശി കുടുംബത്തിൽ അതല്ലെങ്കിൽ ഈ മക്കക്കാരിൽ ആർക്കെങ്കിലും എന്റെ ഹബീബായ തങ്ങളെ അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരെ വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ തന്റെ ഇടമുള്ളവർ, ചങ്കൂറ്റമുള്ളവർ കടന്നു വാ. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖിന്റെ വാക്കുകേട്ട് ആരുടെ അടുത്ത് വരുമോ? എല്ലാണോ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, നബിയെ വാ, എല്ലാവരും ഒതുക്കി, ഞാൻ ഒതുക്കി, എല്ലാവരെയും ഒതുക്കി, വാ, സമാധാനമായിട്ട് നമുക്ക് പോയി തവാഫ് ചെയ്യാം. ആദ്യമായി ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബിയും സഹാബാക്കളും പോയി സ്വസ്ഥമായ നിലയിൽ തവാഫ് ചെയ്തു. ഉമറുൽ ഫാറൂഖിന്റെ വീര്യം, ധൈര്യം അത്രത്തോളമാണ്. ഈ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പല്ല് കൂട്ടിയിടിക്കാൻ തുടങ്ങി. തണുപ്പിൽ പല്ല് കൂട്ടിയിടിക്കുന്ന പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഞരമ്പുകളൊക്കെ തെളിഞ്ഞു നിൽക്കാൻ തുടങ്ങി. വിറയല്, ഒരു വല്ലാത്ത പേടി അനുഭവപ്പെടുമ്പോ ഇങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ, സ്പന്ദനം കൂടും. എന്താണ്? എന്തേ അമീറുൽ മുഅ്മിനീനെ, അങ്ങ് വീരനാണല്ലോ, അങ്ങ് ധീരനാണല്ലോ, അങ്ങ് വീരശൂര പരാക്രമിയാണല്ലോ, പരസ്യമായി കഅബയുടെ പൂമുഖത്ത് പോയി തവാഫ് ചെയ്യാൻ ചെങ്കൂറ്റം കാണിച്ച അങ്ങ് നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ എന്തേ ഇങ്ങനെ ഭയപ്പെടുന്നത്? അമാനത്തിന്റെ സമയമെത്തിയിരിക്കുകയാണ്. ലാ അദിരി കൈഫ ഉദ്ദിഹാ, അതെങ്ങനെ മടക്കി കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ മടക്കി കൊടുക്കുമ്പോൾ അതിൽ വല്ല ന്യൂനതകളും സംഭവിച്ചു പോയാൽ അള്ളാഹു അതെന്റെ മുഖത്തേക്ക് ചുരുട്ടിക്കൂട്ടി എറിയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നമസ്കാരത്തിന്റെ കാര്യം പറയുന്നത്, എന്റെ വിഷയം അതല്ല. പക്ഷെ എങ്കിലും ഞാൻ പറയാം, തഖ്വ ഉള്ളവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കും. നമ്മൾ നിസ്കരിക്കുമ്പോ അങ്ങനെയാണോ? ഉസ്താദ് ഏത് സൂറത്താ ഓതിയെന്ന് നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചാ ഏത് സൂറത്താന്നോ എന്തോ ഉസ്താദ് ഓതി, ഏതോ ഒന്ന് ഓതി. നിസ്കാരം കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ ഏത് സൂറത്താ ഉസ്താദ് ഓതിയത്? നമ്മുടെ നിസ്കാരം അതാ. 3 റക്അത്ത് ഉസ്താദ് നിസ്കരിച്ച് സലാം വീട്ടി, എല്ലാരും മറന്നു പോകും, ആരും ഓർത്ത് കാണൂല. നമ്മുടെ ഫിക്ർ എവിടെ? നമ്മുടെ ഫിക്ർ എവിടെ? ചിന്ത എവിടെ? ഇതാണ് നമ്മുടെ നമസ്കാരം. തഖ്വ ഉള്ളവർക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ കഴിയോ? തഖ്വ ഇല്ലാത്തവരുടെ ഈ നിസ്കാരം അശ്രദ്ധയായി പോകുന്നു. ബഹുമാനപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട അംർ ഇബ്നു ദർർ റളിയല്ലാഹു തആല അൻഹു, വഖഅത്തിൽ ആകിലതു ഫീ യദി അംർ ഇബ്നു ദർർ റളിയല്ലാഹു തആല അൻഹു, അംർ ഇബ്നു ദർർ റളിയല്ലാഹു തആല അൻഹു എന്ന മഹാന്റെ കയ്യിൽ അർബുദം ബാധിച്ചു പോയി. ഫഖാല ലഹുൽ അത്തിബാ, ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ ബുദ്ദ അൻ നഖ്തഅ യദക, അങ്ങയുടെ കൈ മുറിച്ചു മാറ്റാതെ മറ്റു മാർഗമൊന്നുമില്ല. ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഖ്തഉഹാ, നിങ്ങൾ മുറിച്ചു കളഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, അന്ന് അനസ്തേഷ്യ ഒന്നുമില്ല. ലാബുദ്ദ അൻ നശുദ്ദക ബിർരിഹാൽ, അങ്ങയെ ഒന്ന് കെട്ടിയിട്ടാൽ മാത്രമേ മുറിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, അതിന് ഞാൻ അനുവദിക്കുകയില്ല. വലാകിൻ ഇദാ ശറഅതു ഫിസ്സലാത്തി ഫഖ്തഉഹാ, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ നിങ്ങൾ മുറിച്ചോ. എങ്ങനെ?
നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്റെ കൈ മുറിച്ചോ, അല്ലാതെ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ടൊന്നും കൈ മുറിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. ഇദാ ദഖല ഫിസ്സലാ, അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫഖുതിഅത് യദുഹു, അദ്ദേഹത്തിന്റെ കൈ മുറിക്കപ്പെട്ടു. വലം യശൂർ, അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെയുണ്ട് നമസ്കാരം. അതാണ് നമസ്കാരം. അല്ലാഹു അങ്ങനെ നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതാണ് നമസ്കാരം, അതാണ് ഖുശൂ. അതാണ് അല്ലാഹു തആല പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചു, സത്യവിശ്വാസികൾ വിജയിച്ചു, നമസ്കാരക്കാരെ നിങ്ങൾ വിജയിച്ചു. ഏത് നമസ്കാരക്കാരാണവർ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ തീർത്തും ഭയഭക്തിയോടെ നമസ്കരിച്ചവരായിരുന്നു അവർ. ഖുശൂഅോടെ ഖുളൂഅോടെ നമസ്കരിച്ച ആ നമസ്കാരക്കാർ വിജയം പ്രാപിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തെ സൂക്ഷിക്കുന്നവർ, നമസ്കാരത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധ ചെലുത്തുന്നവർ, അവർ വിജയിച്ചു, അവർ വിജയിച്ചു. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് നമസ്കാരം. അപ്പൊ നമസ്കരിച്ചാൽ നിങ്ങൾ നിസ്കരിക്കാൻ വരീൻ, നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാമെന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിക്കാൻ തഖ്വ ഉള്ളവരായേക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം നടക്കത്തില്ല. നടക്കോ? ജംഗ്ഷനിൽ നിന്ന് ഓടി വന്നിട്ട് കള്ളം പറഞ്ഞിട്ടായിരിക്കും ഓടി വന്ന നിസ്കാരത്തിന് സമയമാകുമ്പോൾ ഒന്നും എടുത്തിട്ട് നിസ്കരിക്കുന്നത്. കള്ളം പറഞ്ഞവന് നിസ്കരിക്കുന്നു, പലിശ വാങ്ങുന്നവനും നിസ്കരിക്കുന്നു, ഹറാമിന്റെ നോട്ടം നോക്കുന്നവനും നിസ്കരിക്കുന്നു, ഹറാമിന്റെ സംസാരം നടത്തുന്നവരും നിസ്കരിക്കുന്നു, ഇവരെല്ലാം നിസ്കരിക്കുന്നു. അപ്പൊ അള്ളാഹു അവിടെ അത് നിങ്ങൾ നിസ്കരിക്കിൻ, നിങ്ങൾക്ക് തഖ്വയുള്ളവരാക്കെന്ന് അള്ളാഹ് അവിടെ പറഞ്ഞില്ല. അള്ളാഹ് പിന്നെ അടുത്തത് പറഞ്ഞ എന്താ? നിങ്ങൾ ഖുർആൻ ഓതി നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തഖ്വയിൽ ഉള്ളവർ ജീവിതം നയിച്ചേക്കാം, നിങ്ങൾ ഹജ്ജിന് പോകുവിൻ, നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറിയേക്കാം. ഒന്നും അള്ളാഹ് പറഞ്ഞില്ല. അള്ളാഹ് പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ മതഭക്തരാകണമോ തഖ്വയുള്ളവരാകണമോ മുത്തഖീങ്ങളായ യഥാർത്ഥ ദാസന്മാരും ദാസിമാരുമായി മാറണമോ, നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ, നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ. നോമ്പ് പിടിക്കുന്നതിലൂടെ നിങ്ങൾ തീർത്തും മതഭക്തനായി മാറിയേക്കും. നോമ്പ് പിടിക്കുക. എന്താ കാരണം? എന്താ കാരണം? എന്താണ് റമളാൻ ഇത്ര തിരക്ക് പള്ളിയിൽ? കഞ്ഞി കുടിക്കാനാണോ? ഒന്നുമല്ല. കഞ്ഞി ഇല്ലാതെ റമളാൻ നോമ്പ് പിടിച്ചു നോക്ക്, ആള് വരുമല്ലോന്നറിയാം. ഏത് നിസ്കരിക്കാത്തവനും തൊപ്പിയും ജുബ്ബായും ഉടുപ്പും ഒക്കെ ആയിട്ട് നേരത്തെ കഴിവെക്കും. ഷഅബാൻ മാസത്തിന്റെ അവസാനത്തോടു കൂടി എല്ലാം കഴുകി റെഡിയാക്കി വെക്കും പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട്. നാളെ നോമ്പ് തുടങ്ങുവാണ്, പള്ളിയിൽ പോകണം, എല്ലാം കഴുകി റെഡിയാക്കി വെക്കും, എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും. എല്ലാവരും റമളാനിനൊരു പ്രത്യേക മഹത്വം, ബഹുമാനം. കച്ചവടക്കാരെല്ലാം പള്ളിയിൽ, അധ്യാപകരൊക്കെ പള്ളിയിൽ, വിദ്യാർത്ഥികളൊക്കെ പള്ളിയിൽ, വിദ്യാർത്ഥികൾ പള്ളിയിൽ, പള്ളി നിറച്ച് പിള്ളേർ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പള്ളിയിൽ. അല്ലാത്ത ഒരു ഒക്കത്ത് പോലും ഒന്ന് കട്ട് ചെയ്ത് ലോഹറസ്കരിക്കാൻ വന്ന ക്ലാസ് 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 ക്ലാസ്. ഇതല്ലാത്ത സമയത്തെല്ലാം പള്ളിയിൽ പല പല യൂണിഫോം വേഷത്തിൽ കാലും വെച്ച് ഇങ്ങനെ പള്ളി കിടക്കുന്ന കാണാം ഓരോരോ കുട്ടികൾ. റമളാന്റെ മാസം ആകുമ്പോൾ എല്ലാം പള്ളിയിൽ. എന്താ ഇപ്പൊ നിങ്ങളിപ്പോ ഇത്ര പേര് പള്ളിയിൽ ഇത്ര തിരക്ക് പിടിക്കാൻ കാരണം എന്താ? ചെറുപ്പക്കാരെ ആദ്യം വിളിക്കും, നീ 2-3 മൊബൈലൊക്കെ കൊണ്ട് നടക്കുന്നതാണല്ലോ, നീ ഇപ്പൊ മൊബൈലൊന്നും വിളിയില്ല, മൊബൈൽ കാണുന്നില്ല. റമളാൻ മാസമായിട്ട് അവളെ എങ്ങാനും വിളിച്ച് നോമ്പ് പസാദാക്കണോ ഉസ്താദെ? ഞാൻ അതുകൊണ്ട് ഷഅബാനിന്റെ അവസാനത്തെ രാവിലെ സിം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത്, സിം മാറ്റാൻ പോവാണ്, റമളാനാണ്, റമളാൻ കഴിഞ്ഞിട്ടേ ഇനി നമ്മൾ തമ്മിൽ സംസാരമുള്ളൂ. നിസ്കരിക്കുന്നവൻ പറയുമോ ഇങ്ങനെ? ഹജ്ജ് ചെയ്യാൻ പോകുന്നവൻ പറയുമോ? ഖുർആൻ ഓതുന്നവൻ പറയുമോ? നോമ്പ് പിടിച്ചവനായത് കൊണ്ടല്ലേ ആ ഒരു ചിന്ത അവനുണ്ടായത്? നോമ്പ് പിടിച്ചവനായത് കൊണ്ടാണല്ലോ ആ ചിന്ത ഉണ്ടായത്. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. അവൻ സിമ്മ് മാറ്റാൻ തയ്യാറാകുന്നില്ലേ? ഇല്ലെങ്കിൽ അവൻ പറയൂലേ, ഇനി വിളിക്കല്ലേ, എന്നെ വിളിക്കല്ലേ, റമളാൻ റമളാൻ, നോമ്പ് നോമ്പ്. ഇനി വല്ലതും വിളിക്കാന്നെങ്കിൽ നമുക്ക് തറാവീഹ് കഴിഞ്ഞിട്ട് വിളിക്കാൻ, പ്രശ്നമൊന്നുമില്ല. പകൽ സമയത്ത് നമ്മുടെ നോമ്പ് നിങ്ങൾ ഫസാദാക്കാൻ നിൽക്കല്ലേ. കൂടുതലും ഉദ്യോഗസ്ഥർ ജോലിക്ക് ലീവ് എടുക്കുന്നത് റമളാനിന്റെ മാസത്തിലാണ്.
എന്താ സാറേ നിങ്ങൾക്ക് മാസത്തിൽ ഒരു വർഷത്തിൽ എത്ര ലീവുണ്ട്? ഉസ്താദ ഞാൻ ആവശ്യത്തിനൊന്നും എടുക്കൂല, കാരണം റമദാനിൻ്റെ മാസത്തിൽ എനിക്ക് ഓഫീസിൽ കിടന്ന് അവന് അതിന് കൂട്ടി നിൽക്കാനും ഇതിന് കൂട്ടി നിൽക്കാനും കൈക്കൂലി വാങ്ങാനും കൊടുപ്പിക്കാനും എഴുതാനും ഓരോ പെണ്ണുങ്ങൾ സാരിയൊക്കെ കൊടുത്തോണ്ട് വന്ന് കണ്ട് നമ്മുടെ നോമ്പ് ഫസാദായി പോകും. അതിനേക്കാളും നല്ലത് നമുക്ക് റമദാനിൽ ഒരു 30 ദിവസം നമ്മുടെ ലീവ് എടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പള്ളിയായിട്ട് കഴിഞ്ഞുകൂടാം. നിസ്കാരമുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. എന്തേ ആ സമയത്ത് ഇത് പറയാത്തത്? ആ സമയത്ത് എന്തേ പറയാത്തത്? റമദാൻ മാസത്തിൽ പറയും അത് നമുക്ക് അങ്ങോട്ട് നോക്കാൻ വയ്യ ഇങ്ങോട്ട് നോക്കാൻ വയ്യ. അതല്ലാത്ത സമയത്താണെങ്കിൽ ഫുലൂസും കൊണ്ടുപോകുമ്പോ വിരിപ്പിങ്ങനെ അടിയിലോട്ട് വെച്ചേക്കാം. റമദാൻ മാസത്തിൽ വാങ്ങിക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല, എഴുതാൻ പറ്റൂല, കൂട്ടി നിൽക്കാൻ പറ്റൂല. അപ്പോൾ പറയും അതാണ് തഖ്വ. അപ്പോൾ റമദാനാണ്, നോമ്പാണ്. അതാണ് തഖ്വ, സൂക്ഷ്മത. കച്ചവടക്കാരൻ റമദാൻ മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്, റമദാൻ അല്ലാത്ത മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്. അതെന്താ? ഇതിനിപ്പോ നീ എന്താ വില? ഇതിപ്പോ 15 രൂപ കിലോ വെണ്ടയ്ക്ക. 15 രൂപ ഉണ്ട്. അതാണ് റമദാൻ മാസം, ഞാൻ കള്ളം പറയത്തില്ല. റമദാൻ അല്ലാത്ത മാസമായിരുന്നു ഞാൻ കള്ളം പറഞ്ഞേ. തന്നെ പറയൂ, റമദാൻ മാസമാണ് ഞാൻ കള്ളം പറയില്ല. റമദാൻ മാസമാണ് കറക്റ്റാ, ശരിയാണ്, കള്ളം പറയത്തില്ല. എന്താണ് അവിടെ? സൂക്ഷ്മത, തഖ്വ. അതാണ് തഖ്വ എന്ന് പറയുന്നത്. നമസ്കാരമുള്ളവനെ കൊണ്ടത് കഴിയില്ല. നോമ്പുകാരൻ അവൻ സ്വമേധയാ അവൻ പറയാണ് സൂക്ഷിക്കണം. റോഡിലൂടെ പെണ്ണ് പോകുന്നു. ആർക്കും ആഗ്രഹമില്ലാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പോകുമ്പോ റമദാൻ മാസം ഡേ നോക്കല്ലേ, നോമ്പ് ശരിയാ, എല്ലാം മൂടിയെല്ലാം. എന്തോരത് ജീവിതത്തിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലും തലേ തുണിയിടാത്ത പെണ്ണ് റമദാൻ മാസം ആകുമ്പോഴത്തേക്ക് എവിടുന്നെങ്കിലും ഒരു കൂറ ഓയിൽ മേടിച്ചോണ്ട് വന്ന് എല്ലാം കഴുകി തൂത്ത് പടച്ചവനെ അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പടച്ചവൻ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്താണ്. ഭയങ്കര അതവ്, ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അതവ്. എന്തുകൊണ്ട്? റമദാൻ മാസത്തിലെ നോമ്പ് എല്ലാം പൂട്ടി അങ്ങ് നോക്കി. TV എല്ലാം എപ്പോഴാ തുറക്കുക? സഹറിന്റെ സമയത്ത്. ഹലോ അസ്സലാമു അലൈക്കും. സഹർ നോമ്പ് നല്ല സുന്ദരമായ സമയത്ത്, ബർക്കത്തായ മുബാറക്കായ സമയത്ത്, അത്താഴം കഴിക്കുന്ന സമയത്ത്, നിങ്ങൾ തഹജ്ജുദ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യേണ്ട സമയത്ത് TV കൊണ്ടുപോയി നമ്മൾ ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചിരിക്കും. കാരണം എന്താ? അങ്ങോട്ട് നോക്കി തിന്നോണ്ടിരിക്കുക, അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി നൽകി തിന്നോണ്ടിരിക്കുക. സഹർ തിന്നുക, ഇടയത്താഴം തിന്നുക. ഇവന്റെ നോമ്പ് എങ്ങനെ കബൂലാകും? TV എല്ലാം സീരിയലെല്ലാം മാറ്റി വെക്കും. പടച്ചവനെ ഒരു മാസം വേണമെങ്കിൽ വിളിച്ചു പറയും, ഒരു മാസത്തേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്നും ഇപ്പൊ സംപ്രേഷണം ചെയ്യല്ല, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. സിനിമ പിടിച്ചു വെക്കുമല്ലോ. സിനിമ കഴിഞ്ഞ റമദാനിൽ, അങ്ങേ റമദാനിൽ ഹിറ്റ് സിനിമ. റമദാൻ മാസത്തിൽ ഓണം, ഈ വർഷം ഓണം വരുന്നു. നിങ്ങൾ നോക്കിക്കൊള്ളീൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തെ പരിഗണിച്ചുകൊണ്ട് റിലീസ് ചെയ്യുകയില്ല. കാരണം എന്താ? കാക്കാമാര് കാണുകയില്ല, നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് റിലീസാക്കിയാൽ ആ 30 ദിവസത്തെ ബർക്കത്തോടുകൂടി അവര് വന്ന് കാണുമ്പോ അതിനൊരു പ്രത്യേക ദറജ കൂടുതലാണ്. നിങ്ങൾ നോക്കിക്കോ, കഴിഞ്ഞ റമദാനിൽ ഓണം വന്നിട്ടില്ല. അപ്പൊ നോക്ക്, ഭൂരിപക്ഷം ആരെ പരിഗണിച്ചുകൊണ്ടാണ് സിനിമ പോലും ഇവിടെ പ്രദർശിപ്പിക്കുന്നത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, റമദാൻ മാസമാകട്ടെ, ബിവറേജസ് കോർപ്പറേഷനിലെ കണക്കുകൾ നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കുവിൻ. ബിവറേജസ് കോർപ്പറേഷനിലെ മാനേജർമാര് പറയുന്നത് റമദാൻ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വല്ലം കിട്ടുള്ളൂ, ഇപ്പം വെറും നക്കാപ്പിച്ച മാത്രമേ കിട്ടുന്നുള്ളൂ. 27-ാം രാവ് കഴിയണം, ഞങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് ശതമാനം കൂടണമെങ്കിൽ. ആരാപ്പോ അതിന്റെ പിന്നില്? ഇതിന്റെ പിന്നില്? ഞാൻ പറയുന്ന ആളല്ല, ഞാൻ ഒരുപാട് കണക്കുകൾ തിരക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ സഹോദരങ്ങളും വന്ന് പറയും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളം കുടിച്ചു തീർത്തത് 5000 കോടി രൂപയുടെയാ. 5000 കോടി രൂപ ഒന്നുമില്ലേ? 5000 രൂപ കാണാനുള്ള തൗഫീഖ് ഉണ്ടോ നമുക്ക്? പിന്നെ 5000 കോടി ഇത് എവിടെ കൊണ്ട് അടച്ചു വെക്കും? എല്ലാം കൂടെ ഇത് മൊത്തം കുടിച്ചു തീർത്തൊക്കെയാണ്. റമദാൻ മാസമാകുമ്പോൾ അവൻ അങ്ങോട്ട് മാറ്റി വെക്കും. എന്തുകൊണ്ട്? തഖ്വ. ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യാൻ പുറത്തേക്ക് പോയി. അവനും അവന്റെ ഭാര്യയും മാത്രമാണ് അവൻ വീട്ടിൽ താമസിക്കുന്നത്. ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി. ഉച്ച സമയം കഴിഞ്ഞ് 2 മണിയായി. ദാഹിച്ച് വിശന്ന് റമദാനിന്റെ നോമ്പും പിടിച്ച് ക്ഷീണിച്ച് വരികയാണ്. അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഫ്രിഡ്ജിനകത്ത് ശീതള പാനീയമുണ്ട്. അവന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഇവനാ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്ത്
കുടിച്ചാൽ അവന്റെ ഭാര്യ പുറത്തു പറയുകയില്ല, മറ്റാരും കാണുകയുമില്ല. പക്ഷേ നോമ്പുകാരനായ ക്ഷീണിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ അവൻ വീട്ടിലേക്ക് കയറി വന്നാൽ അവൻ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുടിക്കാൻ അവൻ തയ്യാറാവുകയില്ല. തയ്യാറാകുമോ? എത്ര ക്ഷീണിച്ച് നമ്മൾ വന്നോട്ടെ, എത്ര ക്ഷീണിച്ച് വന്നോട്ടെ, 2-3 ഷാർജ ജ്യൂസ് ഒറ്റ ശ്വാസത്തിന് കുടിക്കുന്നവരായിക്കൊള്ളട്ടെ, നോമ്പും പിടിച്ചിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു വരുമ്പോ നമ്മൾ വന്നിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കുമോ? ആരുമില്ല വീട്ടില്. നീ ഭാര്യയില്ലാന്ന് വെച്ചോ, ആരുമില്ല എങ്കിലും നമ്മൾ തണുത്ത വെള്ളം കുടിക്കാനോ ഒരു ജ്യൂസ് കുടിക്കാനോ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ഒളിഞ്ഞും തെളിഞ്ഞും അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടാൻ ഒരേ ഒരു മാധ്യമം മാത്രമേ ഉള്ളൂ, അത് പരിശുദ്ധമായ നോമ്പ് മാത്രമാണത്. രഹസ്യമായ ഇബാദത്ത്. ഇവൻ വീട്ടിനകത്ത് ഇരുന്നാലും പിന്നെന്താ ചെയ്യാ? ഒരു പക്ഷേ വന്നാല് ഓടി വന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തുണിയൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് ഇച്ചിരി സമാധാനത്തിന് വേണ്ടി ക്ഷീണത്തിന് പരിഹാരം കാണും. അതല്ലാതെ വെള്ളം കുടിക്കൂല. രോഗിയായാൽ പോലും ആശുപത്രി പോയി മരിക്കാൻ പോയാലും ഒരു വെള്ളം തരട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട അല്ലോ എനിക്ക് വേണ്ടെന്ന് പറയാം. മരിക്കാൻ പോവാന്നേക്കെ നമുക്കത് ഒഴിവാക്കാം സുഹൃത്തുക്കളെ, അതൊന്നും സമ്മതിക്കൂല. വേണ്ട അല്ലോ തുപ്പല് വിഴുങ്ങൂലല്ലോ. വല പിടിക്കാൻ ഈ നോമ്പ് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ളത് ഉപ്പല് മുഴുവൻ ശേഖരിച്ച് അങ്ങോട്ട് വെക്കും. പടച്ചവനെ ബസ്സിനകത്ത് കയറാൻ തുടങ്ങിയിടം മുതൽ തുപ്പല് ശേഖരിച്ച് വെക്കും. കൊട്ടാരക്കര ടൗണിൽ ചെല്ലുമ്പോൾ ബ്ലുക്കോന്നും പറഞ്ഞ ഒരൊറ്റ തുപ്പ് 1 ലിറ്റർ കാണും എല്ലാം കൂടെ. പരിസരത്ത് നിൽക്കുന്ന ട്രാഫിക്കുകാരന്റെ അവന്റെ ഷൂസില് അവന്റെ പാന്റില് അടുത്ത നാട്ടിൽ കൂടെ പോകുന്ന എല്ലാം കൂടെ 1 ലിറ്റർ തുപ്പല്. റമദാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ തുപ്പലിന്റെ മാസമാണ്. പള്ളി ചെരുപ്പ്, നല്ലൊരു ചെരുപ്പ് കൊണ്ടിട്ട് പള്ളിക്കാർ തിരിച്ചു വന്നപ്പോ എന്താ മാർബിളി തെന്നുന്നത് പോലെ ചെരുപ്പിട്ടപ്പോ. എന്താ സുഹൃത്തുക്കളെ ഇത്? ഇങ്ങനെ എന്തിനാ തുപ്പണത്? ഈ തുപ്പല് വിഴുങ്ങിയാ നോമ്പ് മുറിഞ്ഞു പോവോ? നഖം വെട്ടിയ നോമ്പ് മുറിഞ്ഞു പോവോ? മുടി വെട്ടിയത് മുടി വെട്ടല്ലേ നോമ്പ് മുറിഞ്ഞു. അപ്പൊ നമ്മൾ ഈ കത്രിക വെച്ച് മുറിക്കുന്ന ഒരു സാധനമായി നോമ്പെന്ന് തോന്നുന്നു. മുറിയുന്ന സാധനം. നോമ്പ് മുറിക്കാൻ മുടി വെട്ടല്ലേ നോമ്പ് മുറിയും, നഖം മുറിക്കല്ലേ നോമ്പ് മുറിയും. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. അതൊന്നുമില്ല. അല്ലാഹു തആല നമ്മുടെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന നീരാണ് ഉമിഴ്നീര്. അത് നമുക്ക് കുടിക്കാം, അതിറക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി വലിയ കഫം അതൊക്കെ ഇങ്ങോട്ട് കാർക്കിച്ച് തുപ്പി ശേഖരിച്ച് വെച്ചിട്ട് അത് വിഴുങ്ങലാണ് പ്രശ്നം. അത് ഒഴിവാക്കുക. അതല്ലാതെ ഉമിഴ്നീര് നമുക്ക് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി തരുന്നത്, അതെല്ലാം കൂടെ ശേഖരിച്ച് വെച്ച് നിങ്ങൾ തുപ്പി സ്ഥലം മലീമസമാക്കല്ലേ. ആ നോമ്പിന്റെ ഭവ്യതയെ നഷ്ടപ്പെടുത്തല്ലേ, നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ. സ്കൂളിലൊക്കെ പിള്ളേർ പഠിക്കാൻ പോയ കുട്ടികൾ അറിയില്ല, പറഞ്ഞു വിടും വീട്ടിൽ നിന്ന്, മോനെ തുപ്പല് വിഴുങ്ങല്ലേടോക്കളെ, തുപ്പല് വിഴുങ്ങല്ലേ എന്ന് പറഞ്ഞ വിടുന്ന്. അവൻ ഇതെല്ലാം കൂടെ പിടിച്ചു വെച്ച് സാറിന്റെ മോന്തയ്ക്കോട്ടായിരിക്കും അവസാനം തപ്പിവിടുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ മക്കളെ, നിങ്ങൾ അങ്ങനെ ചെയ്യണം. നിങ്ങൾ വിഴുങ്ങിക്കോ തുപ്പല്, പക്ഷെ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് ഒന്ന് വിഴുങ്ങാലോ എന്ന് ഓർത്തൊക്കെ, അങ്ങനെയൊക്കെയാണ് അതിന് നോമ്പിന് പ്രശ്നമായി മാറുന്നത്. നമ്മൾ റമദാനിനെ കാത്തു സൂക്ഷിക്കണം, മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാക്കി കളയരുത്. അമുസ്ലിം സഹോദരങ്ങൾ പോലും നോമ്പ് പിടിക്കുന്നവരുണ്ട്. അമുസ്ലിം സഹോദരങ്ങൾ, സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുടെ പേര് എനിക്കറിയാം. പിന്നെ മുബാറക്ക മജ്ലിസ് അവരുടെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. കൊല്ലവുമായി ബന്ധമുള്ള സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുണ്ട്. കൊല്ലത്തൊരു സഹോദരന്റെ വീട്ടിൽ വന്ന് നോമ്പ് മുറിക്കുന്നു. എത്രയോ ഡോക്ടർമാർ, ഹിന്ദു സഹോദരങ്ങൾ, ഹിന്ദു സഹോദരിമാർ പരിപൂർണമായ റമദാനിന്റെ 30 നോമ്പ്. ഈ അടുത്ത സമയത്ത് കായംകുളത്തുള്ള ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടു. അദ്ദേഹം റമദാനിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പ് പിടിച്ചു കൊണ്ടുപോകും, ഞാനല്ലാതെ ബാക്കി ആരും നോമ്പ് പിടിക്കൂല വീട്ടിൽ. എങ്കിൽ ഞാൻ ഒരുപക്ഷെ ഉറങ്ങിപ്പോയാൽ 3 മണിയാവുമ്പോ എന്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തും, എനിക്ക് ആഹാരം തരും, ഞാനത് കഴിച്ചിട്ട് കിടക്കും. ഞാൻ പട്ടിണിയായിട്ട് പോയി കായംകുളത്ത് പോയി ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചായിരിക്കും നോമ്പ് തുറക്കുന്ന സമയം. പക്ഷെ ഞാൻ ഒന്നും കഴിക്കില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് 9 മണി ആ സമയത്ത് ഞാൻ കഴിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നോമ്പ് മുറിക്കും, ഒരു കാരക്ക മേടിച്ചു വെച്ചോളി, ആ സമയത്ത് നിങ്ങൾ നോമ്പ് തുറക്ക്, എന്നിട്ട് പിന്നീട് നിങ്ങൾ വീട്ടിൽ വന്ന് കഴിച്ചോളി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അമുസ്ലിം സഹോദരങ്ങൾ പോലും ആദരിക്കുന്നു. തൊപ്പിയിട്ടുകൊണ്ട് അമുസ്ലിം സഹോദരന്റെ കടയിൽ പോയി ഒരു നാരങ്ങ വെള്ളം ചോദിക്കാമോ ആർക്കെങ്കിലും? നമുക്ക് ലജ്ജ കാണുകയില്ല. ഗോപാലൻ ചോദിക്കും, അല്ല കാക്ക നിങ്ങൾക്ക് നോമ്പില്ലേ? എനിക്ക് സുഖമില്ലാത്ത കാര്യം പിന്നെ. സുഖമില്ലാത്ത ആള് രഹസ്യമായ ആഹാരം കഴിക്കും. സുഖമില്ലാത്ത ആള് നോമ്പ് പിടിക്കാൻ കഴിയില്ല. അവൻ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട്. നീ രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ആ മാസത്തെ ബഹുമാനിക്ക്, ആ ദിവസത്തെ ആദരിക്ക്. നീ രഹസ്യമായി വീട്ടിൽ നിന്ന് ആഹാരം കഴിക്ക്, അതാണ് വേണ്ടത്. ഇനി ഒരു രോഗിയായ സഹോദരൻ ആഹാരം കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ കണ്ട മാതിരി നടിക്കരുത്.
തിരിഞ്ഞു കളഞ്ഞേക്കണം, അറിയാത്ത മട്ടിലിരുന്നേക്കണം. കാരണം രോഗിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥത കാണും. നമ്മൾ അദ്ദേഹത്തെ കണ്ട് പരിഹസിക്കാനോ കളിയാക്കാനോ നിൽക്കണ്ട. നമ്മൾ അറിയാത്ത മട്ടിൽ കഴിഞ്ഞുകൂടണം സുഹൃത്തുക്കളെ. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചോദ്യം ചെയ്യാൻ പോണ്ട. പിന്നെ പരസ്പരം ചോദിക്കാം, നോമ്പാണോ 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 നോമ്പാണോ. അതെന്തിനു ചോദിക്കാൻ പോണത്? രഹസ്യമായ ഒരു ഇബാദത്താണ് നോമ്പ്. രഹസ്യമായ ഇബാദത്ത് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നോമ്പിനെ അള്ളാഹു ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും. കാരണം രഹസ്യമായ ഇബാദത്താണ് റമളാനിന്റെ നോമ്പ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലാതെ കണ്ട അനാവശ്യമായ കാര്യങ്ങളും നാട്ടുകാർ പറയുന്നതൊന്നും കേട്ടിട്ട് നിങ്ങൾ നോമ്പിനെ ഇട്ടടങ്ങാറാക്കാൻ നിൽക്കല്ലേ. തഖ്വ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഭാര്യമാർ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായ നിലയിൽ അവരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലാഹു അനുവദിച്ചു തന്ന ഹലാലായ ഭാര്യമാർ, ആ ഹലാലായ ഭാര്യമാർ അവർ രണ്ടുപേരും നോമ്പ് പിടിച്ചു കൊള്ളട്ടെ. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമായ ഭാര്യ ഭർത്താക്കന്മാർ, ദമ്പതിമാർ അവർ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ്. റമളാനിന്റെ നോമ്പ് പിടിച്ചുകൊണ്ട് അവർ പകലിന്റെ സമയത്ത് ഒറ്റയ്ക്കൊരു മുറിയിൽ ഉറങ്ങുകയാണ്. ശാരീരികമായി അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരല്ലാതെ മറ്റാരും അറിയുകയില്ല. പക്ഷേ ഒരു നോമ്പുകാരനായ യുവാവോ ഒരു നോമ്പുകാരിയായ യുവതിയോ പരിശുദ്ധമായ റമളാനിന്റെ മാസത്തിന്റെ പകലിന്റെ ദിവസങ്ങളിൽ അവർ ഒരിക്കലും ശാരീരികമായി ബന്ധപ്പെടാൻ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ഇതാണ് തഖ്വ. ഒരു തയ്യാറാകുമോ സുഹൃത്തുക്കളെ? ചിലര് രാത്രിയും ബന്ധപ്പെടില്ല. റമളാൻ മാസമായി കഴിഞ്ഞാല് പകല് ഹറാം, പകലിന്റെ സമയത്ത് ഹറാം, പക്ഷെ രാത്രിയും ബന്ധപ്പെടൂല. ഭാര്യമാരുമായിട്ട് ഒരു മാസം അങ്ങോട്ട് തലാക്കി ഒല്ലി മാറ്റി അടുത്ത മുറിയിലിട്ട് കതവ് അടച്ചു പൂട്ടിയേക്കും റമളാൻ മാസത്തിൽ. അത് തെറ്റാണത്. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن. നിങ്ങൾക്ക് രാത്രി അവരുമായിട്ട് ബന്ധം പുലർത്താം, കുഴപ്പമില്ല, തെറ്റില്ല. പരിശുദ്ധ ഖുർആൻ നോമ്പ് പിടിക്കുന്ന സമയത്ത് മാത്രമാണ് അനുവദനീയമല്ലാത്തത്. നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം അനുവദനീയമാണ്. പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഇവിടെ തഖ്വ, ഇവിടെ ഭയഭക്തി. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താൻ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ലഅല്ലകും തത്തഖൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്തൊക്കെയാ ഗുണമുള്ളത് അത് മനസ്സിലാക്കി. ഇനി അടുത്തത് അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അപ്പോഴറിയാം അല്ലാഹ് എന്തിനായി തഖ്വ ഉള്ളവരാകാൻ പറഞ്ഞത് എന്ന്. അതുകൂടെ മനസ്സിലാക്കുമ്പോ എന്താണ് നോമ്പ്, നോമ്പിന്റെ പവിത്രത, സവിശേഷത എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിച്ചു. ഉള്ളവരായാലുള്ള ഗുണം, ഒന്നാമത്തെ ഗുണം നിങ്ങൾ നോമ്പ് പിടിച്ച് തഖ്വ ഉള്ളവരായാൽ നിങ്ങൾക്ക് ഒരു ഗുണവും അല്ലാഹുവിന്റെ അടുക്കലില്ല എന്ന് ആരും കരുതരുതേ. തഖ്വയുള്ള മുത്തഖീങ്ങൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറഞ്ഞ ഓഫറുകൾ നൽകുകയുള്ളൂ. ഒന്നാമത്തെ ഓഫർ, തഖ്വയുള്ള മുഅ്മിനേ, മുത്തഖിയായ മനുഷ്യ, നോമ്പുകാരനായ മുത്തഖിയേ, അല്ലാഹു നിനക്ക് നൽകുന്ന ഒന്നാമത്തെ ഓഫർ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകുന്നത് ഒന്ന്, അന്നജാതു മിനശ്ശദാഇദ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ രക്ഷ അവർക്കുണ്ടാകും. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. ഞാൻ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നിങ്ങൾ പറയണം മുത്തഖീങ്ങൾ. ഏത് മുത്തഖീങ്ങൾ? ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു തആല പറഞ്ഞു നോമ്പ് പിടിച്ചാൽ നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാം എന്ന് പറഞ്ഞ മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാണ്. ഓഫർ. ഓണകാലത്ത് ഓഫർ കാണും, ബക്രീദിന് ഓഫർ കാണും, ചെറിയ പെരുന്നാളിന് ഓഫർ കാണും. ഒരുപാട് ഓഫർ. 40 രൂപയ്ക്ക് ചെയ്താൽ 80 രൂപയ്ക്ക് സംസാരിക്കുക, 80 രൂപയ്ക്ക് ചെയ്താൽ 20 രൂപയ്ക്ക് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓഫർ വരുമല്ലോ. തല തിരിഞ്ഞൊക്കെ വരും. അതിലൊന്നും വശംവദരായി പോകണ്ട. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. 2 ദിവസം കഴിഞ്ഞ് നോക്കി ഒരു പൈസയും കാണൂല. ഇങ്ങനെയൊക്കെ ഓഫറുകൾ കാണും. ഇതൊക്കെ കള്ള ഓഫർ. ഒറിജിനൽ ഓഫർ ദാ അല്ലാഹു ചെയ്യുന്നു. മുത്തഖീങ്ങളായി മാറിയാൽ, തഖ്വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ ഓഫർ, അന്നജാതു മിനശ്ശദാഇദ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹുവിന്റെ സഹായം, അവന്റെ രക്ഷയുണ്ടാകും. ഇത് മുത്തഖീങ്ങൾക്ക് മാത്രമുള്ള ഓഫറാണ് കേട്ടോ. ലഅല്ലകും തത്തഖൂൻ എന്ന് അല്ലാഹു വെറുതെ അല്ല പറഞ്ഞതെന്ന് ഇപ്പൊ ഓർത്തോളി. ഇവിടെ അല്ലാഹു
ഒരു വാഗ്ദാനം ആദ്യം ചെയ്തിട്ടില്ല. നീ തഖ്വയുള്ളവനായി മാറ്, എന്നിട്ട് ഞാൻ പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം. അങ്ങനെ തഖ്വയുള്ളവനായാൽ ഒന്നാമത്തെ ഓഫർ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം. ആരാണ് നിന്നെ സ്യൂട്ട് ചെയ്യാൻ വന്നാല് ഞാൻ ആ കാര്യം ഏറ്റെടുത്തു കൊള്ളാം. പരിശുദ്ധ ഖുർആൻ تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا അല്ലാഹുവിന്റെ അടിമകൾ, ഈ ഭൂലോകത്ത് മുഴുവനുമുള്ള ദാസന്മാരും ദാസിമാരും അല്ലാഹുവിന്റെ അടിമകളാണ്, മനുഷ്യര് മുഴുവനും. പക്ഷേ പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തിൽ അംഗീകരിച്ചവർ അത് കുറച്ചു വിഭാഗം മാത്രമേയുള്ളൂ. അവന്റെ ഏകത്വത്തിൽ അംഗീകരിച്ചവർ, അവനാണ് ആരാധ്യനെന്ന് വിശ്വസിക്കുന്നവർ, അവനാണ് ഏകനെന്ന് വിശ്വസിക്കുന്നവർ, അവനാണ് എല്ലാം നടത്തുന്നവൻ എന്ന് വിശ്വസിക്കുന്നവർ, അത് വളരെ കുറഞ്ഞ പേര് മാത്രമാണ്. പക്ഷേ ആ മുസ്ലിം സമുദായത്തിന്റെ എതിരാളികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വല്ല ന്യൂനതകളും വന്നാൽ എതിരാളികൾ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുമെന്ന് ഖുർആൻ. നബിയും സഹാബത്തിനും വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ മക്ക കുഫാറുകളും മുശ്രിക്കുകളും നോക്കി നിന്ന് ചിരിക്കും. അങ്ങനെ വരട്ടെ, നമുക്ക് ഇപ്പൊ അങ്ങനെ